തുടർച്ചയായ അഞ്ചാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ടെല്ലവീവും ഹൈഫയും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്നു. ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ ചെയ്യുന്നു. ജെയിംസ്, ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ തുടരുകയാണ്. രാത്രി ഹൈഫയിലും ടെല്ലവീവിലും ഒക്കെ ഇന്നലെ മിസൈലുകൾ ഒന്ന് വീഴുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അവിടെ വാർത്താ ചാനലുകൾ ആക്രമിക്കുന്ന അവസ്ഥയുണ്ട്. ഖമനയെ കൊല്ലാനുള്ള പ്ലാൻ നടക്കുന്നു. ഇത് യുദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണോ? ഹാഷ്മി, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടൊരു വാർത്ത, ഈ സ്റ്റേറ്റ് ടെലിവിഷൻ ഇറാൻ്റെ ആക്രമിച്ചിരുന്നു. ഇന്നലെ രാത്രി അവിടെ തീ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതാണ്. അവിടുത്തെ അവതാരക ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൊടുത്തു. ഇപ്പോൾ വരുന്നത് അവിടെ 2 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും ഒരുപാട് പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അവിടുത്തെ ന്യൂസ് എഡിറ്റർ, ആ സ്റ്റേറ്റ് ടെലിവിഷൻ്റെ ന്യൂസ് എഡിറ്റർ രജംപൂർ എന്നുള്ള ന്യൂസ് എഡിറ്റർ എന്ന മാധ്യമപ്രവർത്തകനും മറ്റൊരു എഡിറ്ററുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ളൊരു തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ തരത്തിലുള്ള തിരിച്ചടി നടക്കുന്നില്ല. പക്ഷേ ഹൈഫയിലും ടെല്ലവീവിലും ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് വീഴുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷേ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഈ മണിക്കൂറുകളിൽ 50 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഒഴിഞ്ഞുപോകാൻ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പറഞ്ഞതിന് ശേഷം അവിടെ സ്ഫോടനങ്ങൾ നടക്കുന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 1 കോടി ആൾക്കാരുണ്ട് ടെഹ്റാന് ചുറ്റും. മൊത്തം ജനസംഖ്യ 8,80,00,000 അതിൽ 1 കോടി താമസിക്കുന്നത് ടെഹ്റാൻ എന്ന വലിയ നഗരവും നഗരത്തിന് ചുറ്റുമാണ്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് 1 കോടി ജനങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് മാറിപ്പോകും? അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ ട്രാഫിക് ബ്ലോക്കാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വാഹനങ്ങൾ കൊണ്ട് ജീവനും കൊണ്ടോടുന്ന അവസ്ഥയിലാണ് ടെഹ്റാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയും കുടുംബവും അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അടക്കം അവരുടെ കുടുംബങ്ങളൊക്കെ ബങ്കറുകളിലാണ്. അവരെ തേടിയുള്ള ഇവരുടെ മൊസാദിൻ്റെ സെർച്ച് നടക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ സംശയമാണ് ഭരണ തലത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാരന്മാരെന്ന് സംശയിച്ച് ഇറാനിലുള്ള നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായ ഒരാളെ തൂക്കിക്കൊന്നു. അപ്പോൾ വലിയ എന്താ പറയുക, ടെററൈസ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇസ്രായേൽ അവിടുത്തെ എതിർക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് ഒരുപക്ഷെ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്നുള്ള വാർത്ത പറഞ്ഞതിനെ തുടർന്നാണിത്. ഒപ്പം തന്നെ ഉന്മേഷ്, വളരെ വലിയൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഒരു ദിവസം മുൻപേ യാത്രയായിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്. അടിയന്തരമായി നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം വാർ റൂമിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ 2 തരത്തിൽ വ്യാഖ്യാനം വരുന്നുണ്ട്. ഒന്ന്, ഇറാനുമായിട്ടൊരു പീസ് ഡീൽ ഒപ്പിടാൻ വേണ്ടിയാണെന്നൊരു വാദം. പക്ഷേ അതിൽ വാർ റൂമിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ല എന്നുള്ള വാദമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അമേരിക്ക ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കാളികളാവാൻ പോകുന്നുവെന്നതിൻ്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഇറാൻ്റെ അടുത്തേക്ക് ഉണ്ട്. ഒരെണ്ണം കാൾസൺ വിൻസൺ അവിടെ ഉണ്ട്, നിമിറ്റ്സ് വരുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ബോംബർ വിമാനങ്ങൾ യൂറോപ്പിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ട്രംപ് അടിയന്തരമായി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക ഇതിൽ പങ്കാളികളാവും എന്നുള്ള തരത്തിലുള്ളൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷെ ട്രംപ് തുടക്കത്തിൽ ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ഇരട്ടത്താപ്പിലാണ് ട്രംപ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഉന്മേഷ്, ഇവിടെ ഉള്ളത്, അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചെങ്കിലും അതിൻ്റെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ കൈവശമില്ല. തുടക്കത്തിൽ അതിൻ്റെ പെരിഫറിയിലാണ്, അതിൻ്റെ മേൽഭാഗത്താണ് ആക്രമണം നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്പുഷ്ട യുറേനിയവും അതിനുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ താഴെയാണ്. അതിലേക്ക് എത്താനുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ കൈവശമില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അമേരിക്ക ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കൂടെ ചേരുമെന്നുള്ള പ്രചരണം കൂടി നടക്കുന്നുണ്ട്. ഭരണമാറ്റത്തിന് സാധ്യത തെളിഞ്ഞാൽ അമേരിക്ക കൂടി ജോയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അത്ര എളുപ്പമല്ല. 6 ലക്ഷം ആർമിയുണ്ട് ഇറാന്. ഒപ്പം തന്നെ അവരുടെ സൈന്യം അതിശക്തമാണ്. ആകാശത്ത് ചെന്ന് ബോംബിട്ട് മടങ്ങുന്ന പോലെയല്ല. അവിടെ ഓൾറെഡി അവിടെ സൈന്യം ഇറങ്ങിയാൽ അതിനെ നേരിടാൻ ഒരുപക്ഷെ
വലിയ സേനാ വ്യൂഹങ്ങൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇറാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന, പ്രക്ഷോഭത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷം ഒരു നാഷണൽ പ്രൈഡ് ഉണർന്ന് ഇസ്രായേലിനെതിരെ നെതന്യാഹുവിനെ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ പിന്നിൽ, ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കുക എന്നുള്ളൊരു വികാരം കൂടി ഇറാനിൽ ഉണർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇറാനിൽ ആയത്തുള്ള ഖുമനിയെ വധിച്ച് അവിടെ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം അത്ര പെട്ടെന്ന് വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉന്മേഷ്. ഓക്കെ, പി ജെയിംസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പറയുന്ന അവിടുത്തെ ഇറാൻ ടെലിവിഷൻ ചാനൽ ആക്രമിച്ചതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവർ വീണ്ടും തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നു. ആ സമയത്തുണ്ടായിരുന്ന അവതാരക തന്നെ പിന്നെയും വരുന്നു. അതിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഒരു ഇച്ഛാശക്തിയുടെ പ്രതീകമായ ദൃശ്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റിഫൈനറികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഹൈഫയിൽ ഈ പറഞ്ഞ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് 3 താട് സംവിധാനങ്ങളൊക്കെ അപ്രസക്തമാക്കി പലയിടങ്ങളിലും ഹൈഫയിലും ടെലവീവിലും ഒക്കെ മിസൈലുകൾ വീഴുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ആളുകൾ അധികം കൊല്ലപ്പെടാതിരിക്കട്ടെ. കൊല്ലപ്പെടുന്ന ആളുകളുടെ വിവരങ്ങളൊന്നും അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. കാരണം ഇസ്രയേലിൽ ഈ പറഞ്ഞ നഗരങ്ങളിലൊക്കെ മാധ്യമങ്ങളെ അവർ ഇപ്പോൾ ബഹിഷ്കരിച്ച് അവിടുന്ന് പടിയിറക്കി വിട്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ യുദ്ധമായി കഴിഞ്ഞാൽ അതിൽ അനുഭവിക്കുക പാവങ്ങളാണ്.